നമസ്കാരം. ഞാൻ നിൽക്കുന്നത് PK ഗോപി എന്ന അനുഗ്രഹീത എഴുത്തുകാരൻ്റെ വീട്ടിലാണ്. PK ഗോപി എന്ന എഴുത്തുകാരൻ 1989 പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഗാനരചന രംഗത്തെത്തി. മലയാളത്തിന് മറക്കാൻ കഴിയാത്ത ഒത്തിരി മെലഡികൾ സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. കവിയും എഴുത്തുകാരനുമായ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്താറുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും ഓടിയെത്തുന്ന ഒരു പാട്ടാണ് സസ്നേഹത്തിലെ താനെ പൂവിട്ട മോഹം. അതുപോലെ തന്നെ ധനം എന്ന ചിത്രം നമ്മുടെ മനസ്സിൽ ഓടി വരുമ്പോൾ ചീരപ്പൂവിന് എന്ന് പറയുന്ന ഗാനം. ഇന്ന് കർക്കിടക ഒന്നാണ്, ശ്രീരാമനാമം ജപസാര ഓർക്കണം. ഗോപി സാറിന്റെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന മറ്റൊരു പാട്ട് വിശേഷ സാറിന്റെ ഭൂമിക ചിത്രത്തിലെ മനസ്സിനൊരായിരം കിളിവാതിൽ അങ്ങനെ ഓർമ്മ തന്നെ അടയ്ക്കാക്കുരുവികൾ ചിരിക്കുന്ന കിളിവാതിൽ മണിവാതിൽ. അത് ഭയങ്കര വിഷ്വലൈസാ. സായികുമാറും സുരേഷ് ഗോപിയും വള്ളത്തിൽ തുഴഞ്ഞു പോകുന്നു, ഉർവശി ഇരിക്കുന്നത്, രണ്ടുപേരും രണ്ടറ്റത്താണ്. മനോഹരമായ ഒരു വിഷ്വലൈസിംഗ് ആണ്. അതുപോലെ തന്നെ ശശി സാറിന്റെ നീലഗിരിയിലെ കിളിപാടുമേതോ വളരെ മനോഹരമായ ഒരു അത് കീരവാണി ഓസ്കാർ അവാർഡ് വിന്നറായ കീരവാണിയുടെ ആദ്യത്തെ മലയാള പാട്ടാണ്. അതിൽ തന്നെ തുമ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വളരെ മനോഹരമായ ആ നീലഗിരി എന്ന സിനിമ എന്നൊരു മെലഡി പാട്ടുകളുടെ ഒരു ചിത്രമാണ്. മമ്മൂട്ടി എന്ന വയലിനെടുത്ത് വെച്ച് മധുബാല വയലിനെടുത്ത് വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നു. അത്തരത്തിലുള്ള മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഗോപി സാറ് സിനിമ ഗാനരചന രംഗത്ത് 40 വർഷത്തോളമായി. അത് സന്തോഷം നിറഞ്ഞ വാർത്തയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കാണുമ്പോൾ നിരവധി പുരസ്കാരങ്ങൾ, മാത്രമല്ല ചെറിയ ലഘു കവിതകളിലൂടെ ഇന്നും പ്രിയപ്പെട്ട മനസ്സുകളിലേക്ക് ഓടിയെത്തുകയാണ്. സ്നേഹവാനായ നല്ലൊരു എഴുത്തുകാരൻ നമ്മുടെ ഈ കേരളത്തിൽ ഈ കോഴിക്കോട്ട് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് പുരസ്കാരങ്ങൾ ലഭ്യമാകട്ടെ. ദൈവം അദ്ദേഹത്തെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. സ്നേഹം. താങ്ക് യു സോ മച്ച്.